ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ രാധിക ക്ഷേത്രത്തിലെത്തി പൂജാരിയുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രിയങ്കയ്ക്കും വരുണിനും വേണ്ടി പൂജകൾ നടത്തി. അതിനുശേഷം പൂജാരി പ്രസാദം നൽകുന്നതോടൊപ്പം ഒരു ചരടും രാധികയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇത് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകതയാണെന്നും ഇവിടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി പൂജകൾ കഴിച്ചതിന് ശേഷം ഇവിടുന്ന് ചരട് ജപിച്ച് നൽകാറുണ്ട്. ഈ ചരട് ഭാര്യ തന്റെ ഭർത്താവിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ ഭർത്താവിന് അവരോടുള്ള സ്നേഹം കൂടുകയും ഒരിക്കലും അവർ തമ്മിൽ പിരിയാതിരിക്കുകയും ചെയ്യും എന്ന് അറിയിച്ചു. അതുകൊണ്ട് ഇത് അനുജത്തിയുടെ ഭർത്താവിന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കാനായി പറയാൻ തിരുമേനി രാധികയോട് അറിയിച്ചു. രാധിക അത് വാങ്ങിച്ച് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സമ്മതിക്കുകയും, എന്നാ ഞാൻ ഇറങ്ങട്ടെ, അവര് പോകാൻ റെഡിയായി നിൽക്കുക, ഞാൻ ഉടനെ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് രാധിക തിരുമേനി യാത്ര പറയുമ്പോൾ ദേവനാരായണൻ തിരുമേനിയെ താൻ അന്വേഷിച്ചായി പറയണമെന്ന് തിരുമേനി രാധികയെ പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണുന്നത് വരുണും പ്രിയങ്കയും ദേവനാരായണനും മറ്റുള്ളവരോടുമൊക്കെ അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുവെന്നും ഞങ്ങൾ നിങ്ങളോട് എല്ലാവരോടുമായി ക്ഷമ ചോദിക്കുന്നു എന്ന് വരുൺ എല്ലാവരോടുമായി അറിയിച്ചു. അത് കേട്ടതും ദേവനാരായണൻ പറഞ്ഞു, എന്തായാലും ഞങ്ങൾക്കറിയാമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള പരിഭവവും പിണക്കവും ഒക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന്. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം അതെന്താണെങ്കിലും അത് എന്തെങ്കിലും ചെറിയ കാര്യം ഉണ്ടായാൽ പോലും അത് പരസ്പരം പറഞ്ഞ് വേഗം തന്നെ പരിഹരിക്കണം. അത് പരിഹരിക്കാതെ വീണ്ടും വീണ്ടും ഓരോരോ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ പണ്ട് കാലത്തുള്ളവരെ ഭാര്യയും ഭർത്താവും തമ്മിൽ അവർ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു ഭാര്യ ജീവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഇഷ്ടത്തിനായിരുന്നു അവർ മുൻതൂക്കം നൽകിയിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വേണം നിങ്ങൾ രണ്ടുപേരും ജീവിക്കാൻ എന്ന് ദേവനാരായണൻ വരുണിനോട് അറിയിച്ചു. അത് കേട്ടതും വരുൺ പറഞ്ഞു, ശരി, എനിക്ക് അറിയാം, അച്ഛൻ പറയുന്നത് ശരി തന്നെയാണ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ദേവനാരായണൻ മറ്റൊരു കാര്യം കൂടി വരുണെ ഓർമ്മപ്പെടുത്തി. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് നിങ്ങൾ സ്വയം പരിഹരിക്കാനും ശ്രമിക്കണം. മുതിർന്നവർക്ക് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പരിധിയുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും അത് കേട്ടിരുന്ന യശോദ പറഞ്ഞു, പിന്നെ മോനോട് എനിക്ക് പറയാനുള്ളത്, പ്രിയങ്ക മോള് അവളുടെ കുട്ടിക്കളി ഇതുവരെയായിട്ടും മാറിയിട്ടില്ല. അവളുടെ പക്വതക്കുറവ് കൊണ്ട് അവൾ ഓരോന്നും ചെയ്തു കൂട്ടും. അതുകൊണ്ട് മോൻ അതെല്ലാം കണ്ട് ക്ഷമിച്ച് ഇവൾക്കൊപ്പം നിന്ന് അവളെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് വരുണിനെ ഓർമ്മിപ്പിക്കുമ്പോൾ അത് കേട്ട വരുൺ പറഞ്ഞു, എനിക്കറിയാമേ, ഞാൻ നോക്കിക്കോളാം എന്ന് വരുൺ മറുപടി നൽകുമ്പോൾ ഉടനെ വരുണിനോട് യശോദ അറിയിച്ചു, അത് മറ്റൊന്നുമല്ല മോനെ, ഇവളുടെ കുട്ടിക്കളി കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ വിവാഹം കഴിച്ച പെൺകുട്ടി ഭർത്താവുമായി പ്രശ്നമുണ്ടാക്കി വീട്ടിൽ വന്ന് നിൽക്കുമ്പോഴുണ്ടാകുന്ന ആ ടെൻഷൻ, അത് വീട്ടുകാർക്ക് വല്ലാത്ത ആശങ്കയും വേദനയും തന്നെയാണ്. അതും സമൂഹത്തിലുള്ളവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നൽകാനും ഞങ്ങൾക്ക് കഴിയാതെയാകും. അതുകൊണ്ടാണ് മോനോട് ഇതെല്ലാം പറയുന്നതെന്ന് അറിയിച്ചപ്പോൾ എല്ലാം കേട്ട വരുൺ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞ് ചിരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചല്ലോ, എന്നാ പിന്നെ ഇനി സന്തോഷത്തോടെ മടങ്ങാവല്ലോ എന്ന് പറഞ്ഞതും ഉടനെ അതൊക്കെ ശരി തന്നെ, എല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് വരുൺ തലയാട്ടി സമ്മതിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോയിലേക്ക് വരുണിന്റെ കണ്ണു ചെന്ന് പതിച്ചത്. വരുൺ നേരെ ആ ഫോട്ടോയിൽ തന്നെ സൂക്ഷ്മമായി നോക്കുന്നത് കണ്ട് എന്താണ് കാര്യം എന്നറിയാനായി പ്രിയങ്കയും സുകുമാരി വല്യമ്മയും ഒപ്പം യശോദയും ആശങ്കയോടെ നോക്കി. അപ്പോഴാണ് ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ കുടുംബചിത്രം കണ്ടത്. അതിൽ നടുക്ക് ദേവനാരായണനോടൊപ്പം പ്രിയങ്കയുടെയും ഒക്കെ നടുക്കായി കയറിയിരിക്കുന്ന പുഞ്ചിരിയോടെ ഇരിക്കുന്ന രാധികയുടെ ഫോട്ടോ കണ്ടു. ആ കാഴ്ച കണ്ടതും വരുണാകെ സംശയത്തോടെ വേഗം ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക് ചെന്നു. പ്രിയങ്കയും സുകുമാരിയും ഒക്കെ ആകെ ടെൻഷനിലായി. അപ്പോഴേക്കും ആ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വന്നതെന്ന് വരുൺ ചോദിച്ചു, ഈ പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട്? ഉടനെ ദേവനാരായണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതോ ഇവിടെ തന്നെയുണ്ട് എന്ന് ദേവനാരായണൻ ചിരിച്ച് മറുപടി പറയുമ്പോൾ, എന്താ മോനെ, എന്താ നോക്കിയത് എന്ന ദേവനാരായണന്റെ ചോദ്യത്തിന് വരുൺ സംശയത്തോടെ ചോദിച്ചു, അല്ല, ഈ പെൺകുട്ടി ഇപ്പൊ എവിടെയാ? അത് കേട്ടതും ദേവനാരായണൻ ചിരിച്ചു, അതാ നല്ല കഥ, ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് വരുണിനോട് ദേവനാരായണൻ മറുപടി നൽകി. അപ്പോഴാണ് രാധിക ക്ഷേത്രത്തിൽ നിന്ന് നേരെ വീടിന്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് വരുന്നത്. ആ സമയത്ത് ദേവനാരായണൻ പറഞ്ഞു, അതെ, ഇവിടെ തന്നെയുണ്ട് ആള്, എവിടെ പോവാൻ എന്ന് ചോദിച്ചപ്പോൾ വരുൺ ആകെ ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. എന്താ എന്ന രീതിയിൽ ആശങ്കപ്പെട്ട് നോക്കുമ്പോൾ പ്രിയങ്ക ചുറ്റുപാടുമൊക്കെ വലിയ ഭയത്തോടെ അന്വേഷിച്ചു. അപ്പോഴാണ് സുകുമാരി പറഞ്ഞത്, അല്ല, ഇനിയിപ്പോ സമയം കളയണ്ടല്ലോ, എല്ലാം പറഞ്ഞ് സംസാരിച്ച് തീർന്നല്ലോ, നമുക്ക് ഇറങ്ങാം, അല്ലേ മോനെ, എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന്
വരുൺ ചോദിച്ചു. അച്ഛാ, ഈ പെൺകുട്ടി ഇപ്പൊ എവിടെയുണ്ട് എന്ന് ചോദിച്ചു വരുൺ ദേവനാരായണനോട് കാര്യം അന്വേഷിച്ചു. ദേവനാരായണൻ പറഞ്ഞു, ഇവിടെ തന്നെ ഉണ്ട്. ഈ ഉടനെ തന്നെ വരുൺ ചോദിച്ചു, ഇവിടെ ഉണ്ടെന്നോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് വരുൺ സംശയിച്ചു ചോദിക്കുമ്പോൾ വരുണിന്റെ ചോദ്യം കേട്ട് ദേവനാരായണൻ പറഞ്ഞു, കണ്ടിട്ടില്ലെന്നോ? അത് ശരി, നിങ്ങളിവിടെ വരുമ്പോഴൊക്കെ മോൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിന് ഞങ്ങള് ആ വീട്ടിലേക്ക് വന്നപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ഇതുവരെ മോൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ അത് വലിയ അതിശയാണല്ലോ എന്ന് ദേവനാരായണൻ സംശയത്തോടെ അറിയിച്ചു. ദേവനാരായണന്റെ വാക്കുകൾ കേട്ട് വരുൺ അതിശയപ്പെട്ട് യശോദയെയും സുകുമാരിയെയും നോക്കി. അതിനുശേഷം വരുൺ താൻ രാധികയെ കണ്ട നിമിഷങ്ങളിലൊക്കെ രാധികയോട് എവിടെയാ താമസിക്കുന്നതെന്നും എവിടെയാണ് ഇപ്പോഴുള്ളതെന്നും ഒക്കെ ചോദിച്ചിട്ടും രാധിക പേര് പോലും പറയാൻ കൂട്ടാക്കാത്തതിന്റെ കാരണങ്ങളുമെല്ലാം വരുൺ ഓർമ്മിച്ചു. രാധിക അന്ന് പേര് പറയാതെ രക്ഷപ്പെട്ടു പോയതുമൊക്കെ ഓർത്തുകൊണ്ട് വരുൺ അങ്ങനെ നിന്നു. അപ്പോഴേക്കും വീണ്ടും രാധിക തന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയത് എന്ത് കാരണത്താലാണെന്നും എന്തായിരിക്കും ഇതിന്റെ കാരണമെന്നും ഒക്കെ ഇങ്ങനെ ആലോചിക്കുകയും അത് വിവാഹത്തിന്റെ പിറ്റേ ദിവസം രാധിക അന്വേഷിച്ച് വീട്ടിൽ വന്നപ്പോൾ ഇവിടെ പ്രിയങ്കയോടൊപ്പം മെഹന്തിക്കും മൈലാഞ്ചിരിയിലിനും ഒക്കെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഏതാ എന്ന് ചോദിച്ചപ്പോൾ അന്ന് സുകുമാരി പറഞ്ഞത് ഇവിടുത്തെ ജോലിക്കാരിയാണെന്നും ആ പെൺകുട്ടി ഇവിടുത്തെ ജോലി നിർത്തി പോയെന്നുമായിരുന്നു അന്നത്തെ മറുപടി. അതെല്ലാം ഓർത്തുകൊണ്ട് വരുൺ ചോദിച്ചു, അപ്പോ ഇവിടുത്തെ ജോലി നിർത്തിയെന്ന് പറഞ്ഞതോ എന്ന് ചോദിച്ചപ്പോൾ ദേവനാരായണൻ ചോദിച്ചു, മോൻ എന്താ ഈ പറയുന്നത്? ജോലി നിർത്തിയെന്നോ? എന്ത് ജോലി? അത് എന്റെ മൂത്ത മകളാ രാധിക എന്ന് പറഞ്ഞ് ദേവനാരായണൻ സത്യാവസ്ഥ വരുണിന്റെ മുന്നിൽ വെളിപ്പെടുത്തി. അത് കേട്ടതോടെ വരുൺ ആകെ ഞെട്ടലോടെ ഏവരെയും നോക്കുന്നു. അപ്പോഴേക്കും വരുണിന് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യമായി തുടങ്ങി. എന്താ എന്നുള്ള കാര്യം വ്യക്തമായി തുടങ്ങിയ വരുൺ പുഞ്ചിരിയോടെ യശോദയുടെയും സുകുമാരിയുടെയും അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല, മുമ്പൊരു വട്ടം ഞാൻ ചോദിച്ചപ്പോ ആ കുട്ടി ഇവിടുത്തെ ജോലിക്കാരിയാണെന്നും ഇവിടുന്ന് ജോലി അവസാനിപ്പിച്ച് പോയെന്നുമല്ലേ പറഞ്ഞത് എന്ന സംശയത്തിൽ മുമ്പ് ഇവിടുത്തെ ജോലിക്കാരിയാണെന്നല്ലേ പറഞ്ഞത് എന്ന് വരുൺ അന്വേഷിച്ചപ്പോ അത് കേട്ടതെന്ന യശോദ പറഞ്ഞു. ഉടനെ മുത്തശ്ശി പറഞ്ഞു, ഓ അതന്ന് അങ്ങനെ പറഞ്ഞതേ വേറൊന്നുമല്ല, ഞങ്ങളല്ലല്ലോ ഇവിടുത്തെ ജോലിക്കാരിയാണെന്ന് പറഞ്ഞത്. അന്ന് പ്രിയങ്കമ്മോളെ പെണ്ണ് കാണാനായിട്ട് കണിമംഗലത്ത് നിന്ന് ആളുകൾ വന്നപ്പോൾ ഞങ്ങൾ ഒന്നും തന്നെ മറച്ചു വെച്ചിരുന്നില്ല, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. അന്ന് കണിമംഗലത്ത് നിന്ന് എത്തിയ ആളുകൾ തന്നെയാണ് രാധികയെ ഒരു ജോലിക്കാരിയായി കണ്ടത്. അത് സത്യാവസ്ഥ അതേ രീതിയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങൾ തിരുത്തിയില്ല മോന്റെ മുന്നിൽ, അത്രയേ ഉള്ളൂ. എല്ലാവരും കാണുന്നത് പോലെ മോനും അങ്ങനെയാ കാണുന്നത് എന്ന് കരുതി എന്ന് വരുണിനുള്ള മറുപടിയായി സുകുമാരൻ അത് പറയുന്നു. ആ നിമിഷം യശോദയും ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ വരുൺ അതെല്ലാം കേട്ട് പുഞ്ചിരിയോടെ നേരെ ചേറിൽ വന്നിരുന്നിട്ട് ദേവനാരായണനോട് ചോദിച്ചു, അല്ലച്ച, എന്നിട്ട് ആളെവിടെ? ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചതും, മോൻ കണ്ടിട്ടില്ലേ? ഇവിടെ ഉണ്ടല്ലോ മോളെ രാധികയെ എന്ന് വിളിച്ചതും സുകുമാരി പറഞ്ഞു, അവൾ ഇവിടെ എങ്ങുമില്ല, അവള് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരിക്കും. ഏത് നിമിഷവും ഏത് നേരവും ക്ഷേത്ര കാര്യങ്ങളുമൊക്കെ ആയിട്ട് പൂജയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടപ്പാണ് അവളുടെ ജോലി. അതുകൊണ്ട് അവൾ ക്ഷേത്രത്തിൽ പോയി കാണും, ഇവിടെ ഉണ്ടാവില്ല. അല്ല, വിളിക്കണ്ട എന്ന് പറഞ്ഞ് സുകുമാരി ദേവനാരായണനെ മറ്റും വിളിക്കാൻ നോക്കുമ്പോൾ വീണ്ടും ദേവനാരായണൻ വിളിച്ചു, രാധികയെ മോളിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ദേവനാരായണൻ വിളിച്ചപ്പോൾ എല്ലാവരും ആകെ ടെൻഷനിലായി. പ്രിയങ്കയും സുകുമാരിയും യശോദയും ഒക്കെ വരുണിന്റെ മുന്നിലേക്ക് രാധിക വന്നാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർത്ത് ആകെ ടെൻഷൻ അടിച്ചങ്ങ് നിൽക്കുമ്പോൾ ദേവനാരായണൻ വിളിച്ചത് കേട്ട് വേഗം കയ്യിലിരുന്ന പ്രസാദവുമായിട്ട് രാധിക പുറത്തേക്ക് എത്തുന്നു. രാധിക ആ ഹാളിലേക്ക് എത്തിയതും എന്താച്ചാ എന്ന് ചോദിച്ചുകൊണ്ട് രാധിക അകത്തേക്ക് കയറി വരുമ്പോൾ അവിടെ ചിരിച്ചുകൊണ്ട് രാധികയെ നോക്കി വരുൺ നിന്നു. വരുണിനെ കണ്ടതും രാധിക ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ ദേവനാരായണൻ പറഞ്ഞു, അതെ മോളെ, വരുൺ ഇതുവരെ ഇവിടെ വന്നിട്ടും ഇത്രയും നാളായിട്ടും മോളെ കണ്ടിട്ടില്ല എന്ന്. അല്ല, അത് വരുണിനെയും കുറ്റം പറയാൻ കഴിയില്ല. വീട്ടിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആള് അകത്തേക്ക് ഓടും, ഒന്നെങ്കിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ജോലികളൊക്കെ ആയിട്ട് അങ്ങനെ ആളങ്ങ് ഒഴിഞ്ഞു മാറി നിൽക്കും. അതാണ് മോളുടെ സ്വഭാവം. അങ്ങനെ മാറി നിന്നതായിരിക്കും മോൻ കാണാതെ പോയത്. അല്ല, മോൻ കാണാതെ പോയത് ശരി തന്നെ, പക്ഷെ മോള് കണ്ടില്ലായിരുന്നോ വരുണിനെ എന്ന് ദേവനാരായണൻ രാധികയോട് ചോദിച്ചു. അത് കേട്ടതും രാധിക പറഞ്ഞു, എന്നെ കണ്ടില്ലെന്നേ ഉള്ളച്ചാ, ഞാൻ കണ്ടിരുന്നു വരുണിനെ എന്ന് രാധിക മറുപടി നൽകി. ഉടനെ ദേവനാരായണൻ ചോദിച്ചു, അല്ല മോളെ കണ്ടില്ലെങ്കിലും മോള് കണ്ടെങ്കിൽ മോളുടെ ഉത്തരവാദിത്തമല്ലേ ഇവിടെ വരുന്ന കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളത്? മോളുടെ അനുജത്തിയുടെ ഭർത്താവല്ലേ, അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് മോളുടെ കടമയല്ലായിരുന്നോ എന്ന് ദേവനാരായണൻ ചോദിച്ചതും രാധിക പുഞ്ചിരിയോടെ ശരിയച്ചാ, ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് രാധിക മറുപടി നൽകി.
രാധിക മുന്നിലേക്ക് വന്നത് ഒട്ടും ഇഷ്ടപ്പെടാതെ സുകുമാരി ദേഷ്യത്തോടെ രാധികയെ നോക്കുമ്പോൾ പെട്ടെന്ന് സുകുമാരി അവിടെ നിന്ന് രാധികയെ പറഞ്ഞയക്കാനായി വേഗം പറഞ്ഞു, അതെ മോളെ, മുത്തശ്ശിക്ക് തൊണ്ടയ്ക്ക് വല്ലാത്തൊരു കിരികിരിപ്പ്, മോള് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വാ കുടിക്കാൻ എന്ന് പറഞ്ഞ് രാധികയെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ സുകുമാരി ശ്രമിക്കുന്നു. രാധിക വീണ്ടും പോകാതെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് സുകുമാരി രാധികയുടെ നേരെ നോക്കി കണ്ണുരുട്ടി കാട്ടിയതും രാധിക വേഗം ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോകുന്നു. ഈ സമയത്ത് യശോദയെ നോക്കി സുകുമാരി പറഞ്ഞു, അല്ല യശോദ, നീ എന്തെങ്ങനെ നോക്കി നിൽക്കുന്നത്? കുട്ടികൾക്ക് പോകണ്ടേ? അവർക്ക് വേഗം പോകണ്ടേ? എത്ര നേരമായി വരൻ വിളിച്ചിട്ട്? വേഗം ഇവരെ പറഞ്ഞയക്കാം. വാ, എന്തായാലും പ്രിയങ്കമോളെ, നിന്റെ സാധനങ്ങളൊക്കെ എടുക്ക എന്ന് പറഞ്ഞ് വേഗം പ്രിയങ്കയും വിളിച്ചുകൊണ്ട് സുകുമാരിയും യശോദയും അവിടുന്ന് നേരെ റൂമിലേക്ക് പോയി. പ്രിയങ്ക റൂമിലേക്ക് വന്നതും ആകെ ടെൻഷനിലായി. ദൈവമേ, ഇനിയിപ്പോൾ കണിമംഗലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആഭരണങ്ങളെല്ലാം അവർ ചോദിക്കും. ഞാനാണ് ആഭരണത്തിന്റെ കാര്യം വരുണിനോട് പറഞ്ഞിട്ടുമില്ല. ഇനി എന്താ ചെയ്യുക എന്ന് ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ സുകുമാരി അരികിലേക്ക് വന്ന് പറഞ്ഞു, മോളെ, നിന്റെ ബാഗെല്ലാം എടുത്തേ, വേഗം എത്രയും വേഗം ഇവിടെ നിന്ന് പോകാൻ നോക്ക്. നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞയച്ചു വിട്ടാലേ എനിക്ക് സമാധാനമാകൂ എന്ന് സുകുമാരി ആശങ്കപ്പെടുമ്പോൾ പ്രിയങ്ക പറഞ്ഞു, അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല മുത്തശ്ശി. അത് കേട്ടുകൊണ്ട് അവിടേക്ക് എത്തിയ യശോദ ചോദിച്ചു, അതെന്താ അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമല്ലോ പറഞ്ഞത്? വേഗം നീ ഇവിടെ നിന്ന് പൊയ്ക്കോ, അതാ നിനക്ക് നല്ലത്. നീ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും ഞങ്ങൾക്കായിരുന്നു ആധി. എന്തായാലും പ്രശ്നങ്ങളെല്ലാം ഒരു വിധത്തിൽ പരിഹരിക്കപ്പെട്ടെന്ന് സമാധാനപ്പെട്ട് നിൽക്കുമ്പോഴാ നീ പോകുന്നില്ലെന്ന് പറയുന്നത്. വേഗം കളിയിറക്കാതെ പോകാൻ നോക്ക് പെണ്ണേ എന്ന് പറഞ്ഞു പ്രിയങ്കയുടെ ഡ്രസ്സും മറ്റു സാധനങ്ങളും ഒക്കെ ബാഗിലേക്ക് എടുത്ത് യശോദ വയ്ക്കുന്നു. അതിനിടയിൽ യശോദ ബാഗിലേക്ക് നോക്കിയതും അതിനകത്തിരുന്ന ആ ആഭരണങ്ങളൊന്നും കാണുന്നില്ല എന്ന് യശോദയ്ക്ക് മനസ്സിലായി. ഉടനെ തന്നെ യശോദ ആശങ്കയോട് ചോദിച്ചു, അയ്യോ, ഇതിനകത്തിരുന്ന ആഭരണങ്ങളൊക്കെ എവിടെ? അതൊന്നും കാണുന്നില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ച് പറഞ്ഞതും പ്രിയങ്ക ആകെ ഭയപ്പെട്ടു പോകുന്നു. എന്തു പറയും, എങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് ആകെ ടെൻഷൻ അടിച്ചങ്ങനെ നിൽക്കുമ്പോൾ പ്രിയങ്ക അത് പിന്നെ അമ്മേ എന്ന് പറഞ്ഞ് മറുപടി പറയാനാകാതെ, അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താനാകാതെ ആകെ പ്രശ്നത്തിലാകപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് അവിടേക്ക് എത്തിയ സുകുമാരിയും ചോദിച്ചു, എവിടെ ആഭരണങ്ങളൊക്കെ എവിടെ? കണിമംഗലത്ത് നിന്ന് വന്ന ആഭരണ വില എവിടെ എന്ന് ദേഷ്യത്തിൽ അന്വേഷിച്ചു. അപ്പോഴേക്കും പെട്ടെന്ന് പ്രിയങ്ക എന്തു പറയുന്നോർത്ത് ആകെ വിമിഷ്ടപ്പെട്ട് നിൽക്കുന്നത് കണ്ട് സുകുമാരിയും യശോദയും ആഭരണത്തെക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുമ്പോൾ ഉടൻ തന്നെ ആഭരണങ്ങളെങ്ങും എങ്ങും പോയിട്ടില്ലമ്മേ, ഇവിടെ തന്നെ ഉണ്ട് എന്ന് യശോദയുടെ ടെൻഷൻ കണ്ടുകൊണ്ട് അവിടേക്ക് എത്തിയ രാധിക തൻ്റെ കയ്യിലിരുന്ന ആഭരണം നീട്ടി യശോദയ്ക്ക് നേരെ പറഞ്ഞു. യശോദ അത് കണ്ടതും, ആഹാ, മോളതെടുത്ത് വെച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ യശോദയോട് അവിടെ വന്ന രാധിക പറഞ്ഞു, അമ്മേ, അത് പിന്നെ ഈ മുറിക്ക് അത്ര കെട്ടുറപ്പില്ലല്ലോ അമ്മേ, അതുകൊണ്ട് ഇത്രയും സ്വർണ്ണാഭരണങ്ങളല്ലേ, അത് വല്ലതും കൈമോശം വന്നാലോ ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാലോ എന്നോർത്ത് പ്രിയങ്ക ഇത് അലക്ഷ്യമായിട്ട് ഇവിടെ ഇടും. അതുകൊണ്ട് ഞാൻ തന്നെ ഇതെടുത്ത് വളരെ ഭദ്രമായി അച്ഛൻ്റെ അലമാരിയിൽ എടുത്ത് വെച്ചിരുന്നു എന്ന് രാധിക അറിയിച്ചു. ദാ എല്ലാം ഉണ്ടമ്മേ എന്ന് പറഞ്ഞ് രാധിക ആഭരണം മുഴുവൻ പ്രിയങ്കയുടെ നേരെ നീട്ടി. ഇതാ പ്രിയങ്ക എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ കയ്യിലേക്ക് കൊടുത്തതും പ്രിയങ്ക അത് വാങ്ങിച്ചു. ഉടനെ തന്നെ യശോദ അത് വാങ്ങി ബാഗിലേക്ക് വെക്കുന്നതിനിടയിൽ പറഞ്ഞു, എന്തായാലും നന്നായി മോളെ രാധികയെ, നിനക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് രാധികയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആഭരണങ്ങൾ മുഴുവൻ എടുത്ത് ആ ബാഗിലേക്ക് ഭദ്രമായി എടുത്ത് യശോദ വെച്ചു. അതിനിടയിൽ യശോദ രാധികയെ പുകഴ്ത്തിക്കൊണ്ട് രാധികയോട് നന്ദി അറിയിച്ച് അങ്ങനെ എടുത്തു വെക്കുന്നതിനിടയിൽ രാധിക പെട്ടെന്ന് ആലോചിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. അന്ന് ശരത്തിനെ ഫോൺ ചെയ്തതിനു ശേഷം തൻ്റെ കയ്യിലിരുന്ന ആഭരണങ്ങളൊക്കെ ശരത്തിന് കൊടുത്ത് തൻ്റെ ആ ഒരു സ്വപ്നം അത് സഫലമാക്കാൻ പോകുന്നതിൻ്റെ അഹങ്കാരത്തിൽ പ്രിയങ്ക ആ ആഭരണമെല്ലാം നോക്കിയതിന് ശേഷം ബാഗിലേക്ക് വെച്ച് നേരെ കിച്ചണിലേക്ക് പോയ സമയത്ത് പ്രിയങ്കയുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ രാധിക അത് ശരിയല്ല എന്ന് അറിഞ്ഞതോടെ ഉടൻ തന്നെ രാധിക പ്രിയങ്ക റൂമിൽ നിന്നിറങ്ങിയ ആ തക്കത്തിൽ തൻ്റെ കയ്യിലിരുന്ന ഫാൻസി ആഭരണങ്ങളും എടുത്തുകൊണ്ട് വേഗം പ്രിയങ്കയുടെ റൂമിലേക്ക് എത്തുന്നു. എന്നിട്ട് കണിമംഗലത്ത് നിന്ന് കൊണ്ടുവന്ന ആ ആഭരണങ്ങൾ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ആ തുണിയിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം തൻ്റെ കവറിലേക്കാക്കുകയും പകരം തൻ്റെ കയ്യിലുള്ള ഫാൻസി ഐറ്റംസ് മുഴുവൻ അതിനകത്തേക്ക് തിരിച്ചു വെച്ചു. അങ്ങനെ ആ തുണിക്കകത്ത് ഫാൻസി ഐറ്റംസും ഒറിജിനൽ സ്വർണം തൻ്റെ കൈക്കലുമാക്കി രാധിക ആ റൂമിൽ നിന്ന് മറ്റാരും കാണാതെ പതിയെ ഇറങ്ങിപ്പോന്നു. രാധിക പോയ അല്പനിമിഷത്തിനുള്ളിൽ അകത്തേക്ക് തിരികെ പ്രിയങ്ക വരികയും പ്രിയങ്ക ഒന്നും അറിയാതെ ശരത്തിൻ്റെ കയ്യിൽ ആഭരണം കൊടുക്കുന്ന കാര്യമോർത്തും തൻ്റെ സ്വപ്നം സഫലമാകുന്നതിനെ കുറിച്ചുമൊക്കെ ആലോചിച്ച് സന്തോഷത്തോടെ ആ ബെഡിലേക്ക് കയറി കിടന്നു. അത് കഴിഞ്ഞ ദിവസം സംഭവിച്ച കാര്യങ്ങളെല്ലാം താൻ അങ്ങനെ ഒരു ബുദ്ധി പ്രയോഗിച്ചത് കൊണ്ട് ഇപ്പോൾ കണിമംഗലത്തേക്ക് മടങ്ങുന്നതിൽ യാതൊരു പ്രശ്നവുമില്ലെന്നും തൻ്റെ കുടുംബത്തിന് ഉണ്ടാകേണ്ടിയിരുന്ന നാണക്കേട്
അത് ഒഴിവാക്കിയതിന്റെ സമാധാനത്തിൽ രാധിക നോക്കി പുഞ്ചിരിച്ചങ്ങനെ നിൽക്കുമ്പോൾ സുകുമാരി പറഞ്ഞു, ശരി യശോദേ, നീ എന്താ ഇങ്ങനെ നിന്ന് താഴ്ന്നുള്ളതേ, വേഗം ഇവരെ പറഞ്ഞയക്കാൻ നോക്ക് എന്ന് സുകുമാരി യശോദയോട് അറിയിച്ചു. അതിനുശേഷം യശോദയും സുകുമാരിയും പ്രിയങ്ക പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോൾ മുന്നിൽ നിൽക്കുന്ന രാധികയെ കണ്ട് വീണ്ടും യശോദ രാധികയോട് ദേഷ്യപ്പെട്ടു. നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഇങ്ങനെ എന്തിനും നടുക്ക് കയറി നീ ഇങ്ങനെ നിന്നോണം, അപ്പുറത്തോട്ട് അങ്ങനെ ഇറങ്ങി പോടി, ഇവര് പോകുന്നത് വരെ എന്ന് പറഞ്ഞ് രാധികയോട് ദേഷ്യപ്പെട്ട് രാധികയെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു സുകുമാരി. അങ്ങനെ രാധികയുടെ നേരെയുള്ള ദേഷ്യത്തോടെയുള്ള സുകുമാരിയുടെ വാക്കുകൾ കേട്ട് രാധിക ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ യശോദ പറഞ്ഞു, മോളെ, ഇനി കളിമംഗലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നീ തന്നെ പരിഹരിച്ചോണം. ഒരു കാരണവശാലും ഇനി ഇതുപോലുള്ള ഒരു ആപത്ത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് യശോദ പ്രിയങ്കയോട് അറിയിച്ചു. പിന്നെ നിന്നോട് ഇപ്പൊ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് യശോദ അങ്ങനെ നിൽക്കുമ്പോൾ സുകുമാരി പറഞ്ഞു, ഇനി കണിമംഗലത്ത് നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നീ എന്നെ വിളിച്ചാൽ മതി, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം എന്ന് മുത്തശ്ശി അറിയിച്ചു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പ്രിയങ്കയും വിളിച്ചുകൊണ്ട് മുത്തശ്ശിയും യശോദയും റൂമിൽ നിന്ന് പോയി കഴിയുമ്പോൾ രാധിക വരുണിന്റെ കണ്ണിൽ പെടാതിരിക്കാനായി വേഗം പിന്നാമ്പുറത്തേക്ക് വന്നിറങ്ങി. പിന്നാമ്പുറത്തേക്ക് ഇറങ്ങിയ രാധിക മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടുന്നു. രാധിക കൃത്യമായി തന്റെ കൺമുന്നിൽ നിന്ന് മാറിപ്പോകുമെന്ന് ഉള്ളതുകൊണ്ടും അത് രാധിക പിന്നാമ്പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും മറിഞ്ഞിരിക്കാൻ പോകുന്നതെന്ന് അറിയാമായിരുന്നുകൊണ്ടും വരുൺ നേരത്തെ തന്നെ അവിടെ വന്ന് രാധികയ്ക്കായി കാത്തുനിന്നു. രാധിക കൃത്യമായി തന്നെ വരുണിന്റെ മുന്നിൽ വന്ന് പെടുകയും ചെയ്യുന്നു. രാധിക വരുണിനെ കണ്ടതും വേഗം തന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ രാധികയുടെ കയ്യിൽ കടന്നു പിടിച്ച് വരുൺ രാധികയെ പിടിച്ചു നിർത്തി. താനിത് എങ്ങോട്ടാ ഓടുന്നത്, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് രാധികയെ പിടിച്ചു നിർത്തി. ഉടനെ രാധിക പറഞ്ഞു, എന്നെ വിട്, എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ വരുൺ ചോദിച്ചു, താൻ എന്തിനാടോ എന്നോട് കളവ് പറഞ്ഞത്? എന്തിനാ താൻ എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? താൻ തന്റെ അനുജത്തിയാണ് പ്രിയങ്ക എന്നുള്ള കാര്യവും തിരുമേനിയുടെ മകളാണ് താനെന്നുള്ള കാര്യവും എന്തിനാ താൻ മറച്ചു വെച്ചത് എന്ന് വരുൺ രാധികയെ ചോദ്യം ചെയ്തു. രാധിക അപ്പോഴേക്കും വരുണിനോട് പറഞ്ഞു, ദേവിയത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ഇപ്പോൾ എൻ്റെ അനുജത്തിയുടെ ജീവിതമാണ് വലുത്, ആ ജീവിതം തകർക്കരുത്, അവളുടെ കൂടെ ദേവിയത് ഇവിടെ നിന്ന് പോകൂ എന്ന് പറയുമ്പോൾ വരുൺ പറഞ്ഞു, എടോ, എന്തിനാ താൻ ഇങ്ങനെയെല്ലാം ഒളിച്ചോടുന്നതും എന്നെ അകറ്റി നിർത്തുന്നതും? സത്യത്തിൽ നമ്മുടെ രണ്ടുപേരുടെയും ജീവിതമാണ് തകർത്ത് കളയുന്നത്. അതുകൊണ്ട് എല്ലാ സത്യങ്ങളും ഞാൻ എല്ലാവരോടും തുറന്നു പറയാൻ പോവാ എന്ന് വരുൺ രാധികയോട് പറഞ്ഞു. അത് കേട്ടതും രാധിക വരുണിന്റെ കാല് പിടിക്കുന്ന പോലെ യാചിച്ചുകൊണ്ട് വരുണിനോട് പറഞ്ഞു, ദേവിയേത് അതൊന്നും പറയരുത്, എൻ്റെ അച്ഛന് അതൊന്നും താങ്ങാൻ കഴിയില്ല, എൻ്റെ അച്ഛൻ്റെ മനസ്സ് തകർന്നു പോകും, ഒരു പാവമാണ്, ചെറിയ കാര്യങ്ങൾ മതി എൻ്റെ അച്ഛൻ തളർന്നു പോകാൻ, അതുപോലെ തന്നെയാണ് എൻ്റെ അമ്മയും, എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് വേദനിപ്പിക്കാനാവില്ല, അവരുടെ മനസ്സ് തകരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ എനിക്കാവില്ല, അതുകൊണ്ട് ദേവിയേത് അവരുടെ മനസ്സ് തകർക്കരുത് എന്ന് രാധിക വരുണിനോട് ആവശ്യപ്പെടുന്നു. ഇതിനെ വരുൺ ചോദിച്ചു, അത് ശരി, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ് വലുത് അല്ലേ, എല്ലാവർക്കും അവരുടെ മനസ്സും, എനിക്കും ഒരു മനസ്സുണ്ടെന്നും എനിക്കും ഒരു ജീവിതം ഉണ്ടെന്നും ആരും എന്താ കരുതാത്തത്? ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനോടൊപ്പം ജീവിക്കാനായി ഞാൻ എന്നെ വിടുന്നത് എന്തിനാണ്? ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാൻ ഞാനും, ഇഷ്ടമുള്ള ആളോടൊപ്പം ജീവിക്കാൻ കഴിയാതെ താനും, നമ്മളുടെ രണ്ടുപേരുടെയും ജീവിതം ഹോമിക്കുകയാണ്, അതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഞാൻ എല്ലാവരോടും പറയാം എന്ന് രാധികയോട് വരുൺ അറിയിച്ചു. അത് കേട്ടതും രാധിക പറഞ്ഞു, ദേവിയേത് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, ഒന്നും ആരോടും പറയരുത്, എല്ലാം സംഭവിച്ചതുപോലെ ഓരോ വിധി പോലെയാണ് എന്ന് കരുതിയാൽ മതി എന്ന് പറഞ്ഞ് രാധിക വരുണിനോട് ദേവിയേത് ഒന്നും ആരോടും പറയരുതെന്നും എന്നെ വെറുതെ വിടണമെന്നും അറിയിച്ചു. അത് കേട്ടതും വരുൺ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, എൻ്റെ ജീവിതം നശിക്കാൻ ഞാൻ എന്തായാലും കൂട്ടുനിൽക്കില്ലെന്നും ഇനിയെങ്കിലും സത്യങ്ങൾ എല്ലാവരും അറിയണമെന്നും വരുൺ രാധികയോട് പറയുമ്പോൾ എല്ലാം കേട്ടതിന് ശേഷം രാധിക വരുണിനോട് പറഞ്ഞു, ഇല്ല, തൽക്കാലം ഇത് ആരോടും പറയണ്ട എന്ന് പ്രിയങ്കയും കൂട്ടി ദേവിയേത് ഇവിടെ നിന്ന് പോകണമെന്നും വരുണിനോട് ആവശ്യപ്പെടുകയാണ് രാധിക. എല്ലാം കേട്ട് കഴിയുന്ന വരുൺ രാധികയെ വീണ്ടും തടഞ്ഞു. താൻ ഇപ്പോൾ പറയുന്നത് പോലെ പ്രവർത്തിച്ചിട്ട് എന്ത് നേട്ടമാണെന്നും എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ, ശരിക്കും എല്ലാവരും ചേർന്ന് എന്നെയല്ലേ ചതിച്ചത് എന്ന് ചോദിച്ചപ്പോൾ രാധിക പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്, എൻ്റെ അച്ഛനും അമ്മയും, അവരുടെ മനസ്സ് തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല, അവർക്കൊരു സങ്കടം ഉണ്ടാകാനും ഞാൻ അനുവദിക്കില്ല, പിന്നെ എല്ലാത്തിനും ഉപരി ഈ കുടുംബത്തിൻ്റെ തകർച്ചയ്ക്ക് ഞാനാണ് കാരണക്കാരിയാകുന്നതെങ്കിൽ അങ്ങനെ ഒരു തകർച്ച ഞാൻ മൂലം ഉണ്ടാകാൻ പോകുന്നുവെന്നറിയുന്ന ആ നിമിഷം പിന്നെ ഞാൻ സ്വയം ഇല്ലാതാകും, എൻ്റെ ജീവൻ ഇല്ലാതാക്കിയിട്ടാണെങ്കിലും ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ ഞാൻ തയ്യാറാകുമെന്ന് രാധിക വരുണിനോട് പറയുന്നു. അങ്ങനെ രാധികയുടെ ആ ഭീഷണി കേട്ടതോടെ വരുണാകെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അവിടേക്ക് സുകുമാരി മോനെ വരുണേ എന്ന് വിളിച്ചുകൊണ്ട് എത്തി. സുകുമാരിയുടെ ശബ്ദം കേട്ടതും രാധിക അയ്യോ മുത്തശ്ശി എന്ന് പറഞ്ഞ് വേഗം സുകുമാരിയുടെ കണ്ണിൽ പെടാതിരിക്കാനായി അവിടെയുള്ള ഒരു ചെടിയുടെ മറവിലേക്ക് ഒളിച്ചു.
ആ നിമിഷം വരുൺ രാധികയെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ സുകുമാരി വീണ്ടും വീണ്ടും മോനെ വരുണേ വരുണേ എന്ന് വിളിച്ചുകൊണ്ടേയിരുന്നു. വരുൺ തന്നെ വിളിക്കുന്നത് കേട്ടിട്ടും വിളി കേൾക്കാൻ കൂട്ടാക്കാതെ കലിയോടെ രാധികയെ നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ സുകുമാരി വരുണിനെ കണ്ടതും വേഗം സുകുമാരി വരുണിന്റെ അരികിലേക്ക് ഓടിയെത്തി. മോനെ മോൻ ഇവിടെ നിൽക്കുകയായിരുന്നോ? വാ, പ്രിയങ്കമോള് റെഡിയായി, ഇനി വൈകണ്ട, വേഗം നിങ്ങൾക്ക് ഇറങ്ങാവല്ലോ, പോകാവല്ലോ എന്ന് പറഞ്ഞ് സുകുമാരി സംസാരിക്കുന്നതിനിടയിൽ അവിടെ എവിടെയെങ്കിലും രാധിക നിൽപ്പുണ്ടോ എന്നും വരുണും രാധികയും കണ്ടുമുട്ടാൻ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായോ എന്നും വരുണിന്റെ മുന്നിലേക്ക് തന്നെയാണോ രാധിക വന്നത് എന്ന ആശങ്കയോടെയുള്ള ഒരു നോട്ടം ചുറ്റുപാടുമെല്ലാം സുകുമാരി പായിക്കുന്നു. അങ്ങനെ സുകുമാരിയുടെ കണ്ണ് ചുറ്റുപാടുമെല്ലാം പായുന്നത് കണ്ടതോടെ വരുണിന് കാര്യം മനസ്സിലാകുകയും വരുൺ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ വരുണിനെ ബലമായി പിടിച്ചുകൊണ്ട് സുകുമാരി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ നിമിഷം സുകുമാരിയുടെ കയ്യിൽ സുകുമാരി തന്നെ ബലമായി വിളിച്ചുകൊണ്ട് പോകുന്നതിനിടയിലും വരുൺ പിന്തിരിഞ്ഞ് രാധികയെ നോക്കി. അവിടെ ഉള്ള ആ ചെടികൾക്ക് ഇടയിൽ മറഞ്ഞു നിന്ന രാധിക കൈകൾ കൂപ്പി ദയവ് ചെയ്ത് തന്റെ കുടുംബം തകർക്കരുതെന്ന രീതിയിൽ യാചനയോടെ കൈകൂപ്പി വരുണിന് മുന്നിൽ നിൽക്കുമ്പോൾ വരുൺ രൂക്ഷമായ ഒരു നോട്ടം രാധികയ്ക്ക് നേരെ എറിഞ്ഞ് ഒന്നും മിണ്ടാതെ പാവം ആകെ വിഷമത്തോടെ സുകുമാരിയോടൊപ്പം അകത്തേക്ക് കയറുന്നു.